ശ്രീ ഗുരുഭ്യോ നമഃ. നവരാത്രിയുടെ ഈ പുണ്യദിനത്തിൽ നവദുർഗമാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കാനുള്ള ഒരു എളിയ ശ്രമമാണിത്. രണ്ടാമത്തെ ദിവസത്തെ ദുർഗാഭാവം ദേവി ബ്രഹ്മചാരിണിയുടേതാണ്. ദേവി ബ്രഹ്മചാരിണി സ്വാധിഷ്ഠാന ചക്രത്തിൽ അധിഷ്ഠിതയാണ്. സ്വാധിഷ്ഠാന ചക്രം ജലതത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും ദേവിയെ ധ്യാനിക്കുമ്പോൾ അഗ്നിയുടെ തത്വത്തെയാണ് സ്മരിക്കുന്നത്. സൗന്ദര്യലഹരിയിലെ 9-ാം ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കാം. മഹീമൂലാധാരേ കമപി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദി മരുതമാകാശമുപരി മനോബിഭ്രൂമധ്യേ സകലമഭിഭിത്വാ കുലപഥം സഹസ്രാരേ പത്മേ സഹരഹസി പത്യാ വിഹരസേ. ഈ ശ്ലോകം ശ്രദ്ധേയമാണ്. കാരണം സാധാരണ താന്ത്രിക ഗ്രന്ഥങ്ങളിൽ കാണുന്ന തത്വക്രമത്തിൽ നിന്നും ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സ്വാധിഷ്ഠാനം ജലവുമായും മണിപൂരം അഗ്നിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് സാധാരണയായി പറയാറ്. എന്നാൽ ഇവിടെ ശ്രീ ശങ്കരാചാര്യർ സ്വാധിഷ്ഠാനത്തിന് അഗ്നിയും മണിപൂരത്തിന് ജലവും നൽകിയിരിക്കുന്നു. ഇത് ആത്മീയ ചിന്തകരുടെ ഇടയിൽ ധാരാളം ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ദേവി ബ്രഹ്മചാരിണി തപസ്സിനെയും ഭക്തിയെയും ആന്തരിക ശക്തിയെയും പ്രതീകവൽക്കരിക്കുന്നു. സ്വയം നിയന്ത്രിക്കാനുള്ള പാതയെക്കുറിച്ച് അമ്മ ഭക്തനെ പഠിപ്പിക്കുന്നു. യഥാർത്ഥ ശക്തി ഉളവാകുന്നത് സംയമനത്തിൽ നിന്നും ലക്ഷ്യബോധമുള്ള ചിന്തകളിൽ നിന്നുമാണെന്ന് ദേവി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദേവി ബ്രഹ്മചാരിണി തന്നെയാണ് തപസ്സും ആന്തരിക അഗ്നിയും. നമ്മിൽ ഒളിഞ്ഞു കിടക്കുന്ന നിഗൂഢ ശക്തികളെ ഉണർത്താൻ അത്യന്താപേക്ഷിതമായ ആ തപസ്സെന്ന അഗ്നിക്ക് അമ്മ ഊർജം പകരുന്നു. ബ്രഹ്മചാരിണി ദേവിയുടെ ധ്യാന ശ്ലോകം ഇതാണ്. ദധാനാകരമത്മാഭ്യാം അക്ഷമാലാകമണ്ഡലോ ദേവീ പ്രസീദതു മയി ബ്രഹ്മചാരിണിയാനുത്തമാ. താമരപ്പൂവിന് സമാനമായ തൻ്റെ 2 കൈകളിലായി ജപമാലയും കമണ്ഡലവും ധരിച്ചിട്ടുള്ള ഏറ്റവും ഉത്തമയായ ദേവി ബ്രഹ്മചാരിണി, നിന്തിരുവടി എന്നിൽ പ്രസാദിക്കണമേ. ദേവി കൈകളിൽ അക്ഷമാലയും കമണ്ഡലവും ധരിച്ചിരിക്കുന്നു. ഈ അക്ഷമാല ജപമാലയെയും കമണ്ഡലം തപസ്സിനെയും സംയമനത്തെയും അറിവിനെയും സൂചിപ്പിക്കുന്നു. പ്രാണായാമത്തിന് ശേഷം ചെറുവിരലും തള്ളവിരലും സ്പർശിപ്പിക്കുന്ന മുദ്ര, അതായത് വരുണമുദ്രയോടുകൂടി സ്വാധിഷ്ഠാനത്തിൽ ഓറഞ്ച് നിറത്തിലുള്ള തിരമാലകളായി ദേവിയെ മനസ്സിൽ ധ്യാനിക്കുന്നത് നമ്മുടെ വൈകാരികമായ തലത്തിന് വ്യക്തത നൽകുന്നു. ശ്രീ ബ്രഹ്മചാരിണി ദേവി ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അനുഗ്രഹം ചൊരിയട്ടെ എന്നും ഈ അനുഗ്രഹം നമ്മിൽ തപസ്സിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും അഗ്നി ജ്വലിപ്പിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. സർവേ ജന സുഖിനോ ഭവന്തു, സമസ്ത സന്മംഗളാനി ഭവന്തു. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി.